ഈ അടുത്ത് US-ഇറാൻ ടെൻഷൻ കൂടുന്നത്, ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുന്നതിന്റെ കൺസേൺസ്, അതൊരു ഇൻഫ്ലേഷൻ ചുറ്റിപ്പറ്റിയുള്ള അൺസർട്ടനിറ്റി എല്ലാം വളരെ കൂടുതലായിരുന്നുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആയിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആളാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പല സ്കീമുകളും നിലവിൽ ലോസ് കാണിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതായത് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് ബാക്കിയുള്ളതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ മാർക്കറ്റ് പ്രൊഡിക്റ്റ് ചെയ്യുന്നോ ടൈം ചെയ്യുന്നോ എന്നല്ല ഇതിന്റെ സൊല്യൂഷൻ. ഇവിടുത്തെ കാര്യം വരുന്നത് ഡൗൺ സൈഡ് പോകുന്ന ടൈമിൽ കൂടുതൽ കുഷൻ നൽകുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റ് റിക്കവറിയുടെ ബെനിഫിറ്റ് ഇവിടെ ലഭിക്കണം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിഫറെന്റ് റിസ്ക് പ്രൊഫൈൽ ബേസ് ചെയ്ത് ബെയർ മാർക്കറ്റിൽ റിലേറ്റീവ്ലി ബെറ്റർ ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം മുന്നോട്ടേക്ക് ഒരുപാട് യൂസ്ഫുൾ കോണ്ടന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യണ്ട. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് ആദ്യം ലാർജ് ക്യാപ് ഫണ്ട്സിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ സെബിയുടെ റെഗുലേഷൻസ് പ്രകാരം ലാർജ് ക്യാപ് ഫണ്ട്സ് അവർ ടോട്ടൽ അസറ്റിന്റെ കുറഞ്ഞ 80% ലാർജ് ക്യാപ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ അവരുടെ റെസ്പെക്റ്റീവ് സെക്ടേഴ്സിൽ സ്ട്രോങ് ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോസ്, അതിൽ സിഗ്നിഫിക്കന്റ് മാർക്കറ്റ് പ്രസൻസോടെ വെൽ എസ്റ്റാബ്ലിഷ് ബിസിനസ് ആയിരിക്കും. ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ലാർജ് ക്യാപ് ഫണ്ട്സ് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇവർ അവരുടെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസീവ് ഇൻഡെക്സ് ഫണ്ട്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിഫ്റ്റി 100 പോലത്തെ ഇൻഡീസസ് ആകും ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിഫ്റ്റി 100 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടേംസിൽ ടോപ്പ് 100 ലിസ്റ്റഡ് കമ്പനീസ് ആണ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആക്റ്റീവ് ലാർജ് ക്യാപ് ഫണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ 10-year റിട്ടേൺസ്, അതുപോലെ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസിന്റെ ബേസിൽ ചില ടോപ്പ് പെർഫോമിംഗ് ലാർജ് ക്യാപ് ഫണ്ട്സ് വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഷാർപ്പ് റേഷ്യോ മെഷർ ചെയ്യുന്നു ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്കിനും ഫണ്ട് എത്ര അഡീഷണൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മളിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ഇവിടെ ബെറ്റർ ആയിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ 3 ഫണ്ടുകളുടെയും ഷാർപ്പ് റേഷ്യോ അവർ കാറ്റഗറി ആവറേജ് അതുപോലെ ബെഞ്ച് മാർക്ക് രണ്ടിനേക്കാളും ഇവിടെ കൂടുതലാണ്. ഇനി സോർട്ടിനോ റേഷ്യോ പറയാം. അപ്പോൾ ഇതും റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ ഡൗൺ സൈഡ് റിസ്ക് മാത്രമാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇൻവെസ്റ്റേഴ്സിനും ഇത് കൂടുതൽ റെലവന്റ് മെട്രിക് ആയിട്ട് ഇവിടെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ 3 ഫണ്ടുകളുടെ സോർട്ടിനോ റേഷ്യോ അവരുടെ കാറ്റഗറി ആവറേജ് അതുപോലെ ബെഞ്ച് മാർക്കിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സ്ട്രോങ് ഡൗൺ സൈഡ് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഇനി നമുക്ക് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നോക്കാം. അപ്പോൾ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോയിൽ പോസിറ്റീവ് ഫേസിൽ അവരുടെ ബെഞ്ച് മാർക്ക് റിലേറ്റീവ് ആയിട്ട് ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ഇപ്പം ഒരു ഫണ്ടിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 കൂടുതലാണെങ്കിൽ റൈസിംഗ് മാർക്കിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇവിടെ ഈ 3 ലാർജ് ക്യാപ് ഫണ്ടിന്റെയും അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ അവരുടെ കാറ്റഗറി ആവറേജിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ബുൾ മാർക്കറ്റ് ടൈമിൽ ഔട്ട് പെർഫോം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ്. എന്നാൽ നിയർ മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് മെട്രിക് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ആണ്. ഇപ്പോൾ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്ന ടൈമിൽ ഒരു ഫണ്ട് മാർക്കറ്റിന്റെ ഡൗൺ സൈഡിൽ എത്ര ഭാഗം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മെഷർ ചെയ്യുന്നത്. പൊതുവെ ലോവർ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ കുറവുള്ളതാണ് ബെറ്റർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഡിക്ലൈനിങ് മാർക്കറ്റിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും കുറവ് മാത്രമേ ഇവിടെ ഇടിയുള്ളൂ. ഇവിടെ കാനറ റോബിക്യു ലാർജ് ക്യാപ് ഫണ്ട് അതുപോലെ ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് കാറ്റഗറി ആവറേജിനേക്കാളും ബെറ്റർ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ആണുള്ളത്. അതായത് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് ഈ ഒരു ഫണ്ടിൽ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ താരതമ്യം കൂടുതലുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിലേക്ക് പോകാം. അപ്പോൾ അതാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ്. അപ്പോൾ ബെയർ മാർക്കറ്റ് ടൈമിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ ആണ്. കാരണം ഇവർക്ക് മാർക്കറ്റ് ക്യാപ് റെസ്ട്രിക്ഷൻ ഇല്ലാതെ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് പോർട്ട്ഫോളിയോ അലോക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ തിയററ്റിക്കലി ഫ്ലെക്സി ക്യാപ് ഫണ്ട് എല്ലാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ പ്രാക്ടിക്കലി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പല ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനും അവരുടെ പോർട്ട്ഫോളിയോയിൽ വലിയ ഭാഗം ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഡൗൺ ടേണിന്റെ സമയത്ത് സ്ട്രോങ് ബാലൻസ് ഷീറ്റ്സ് അതുപോലെ സ്റ്റേബിൾ ക്യാഷ് ഫ്ലോസ് ഉള്ള ലാർജ് ക്യാപ് കമ്പനീസ് മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് കമ്പനീസിനേക്കാളും പൊതുവെ നല്ലപോലെ പെർഫോമൻസ് ഇവിടെ നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്ഫുൾ മാർക്കറ്റ് കണ്ടീഷൻസിൽ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് അവരുടെ അലോക്കേഷന്റെ വലിയ ഭാഗം ലാർജ് ക്യാപ്പിലേക്ക് ഇവർ മാറ്റുന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോയുടെ വോളറ്റിലിറ്റി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സാധിക്കുന്നതാണ്. അതേസമയത്ത് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന് മാർക്കറ്റ് ക്യാപ് അലോക്കേഷൻ റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നൽകുന്ന ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോർട്ട്ഫോളിയോക്ക് വേഗത്തിൽ റീപൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിക്കവറി ഫേസിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യാനുള്ള അവരുടെ പൊട്ടൻഷ്യൽ ഇവിടെ കൂടും. എന്നാലും നിങ്ങൾക്ക് ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് റിലേറ്റീവ്ലി ഹയർ അലോക്കേഷൻ ഉള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിലേക്ക് ഫോക്കസ് ചെയ്യാം. കാരണം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എക്സ്പോഷർ കൂടുതലുള്ള ഫണ്ട്സ് ഒരു നീണ്ടു നിൽക്കുന്ന ബെയർ മാർക്കറ്റിൽ കൂടുതൽ പ്രഷർ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇനി നമുക്ക് 10-year റിട്ടേൺസ് അതുപോലെ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസിന്റെ ബേസിൽ ചില ടോപ്പ് പെർഫോമിംഗ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന 3 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെയും ഷാർപ്പ് റേഷ്യോ അതിൽ സോർട്ടിനർ റേഷ്യോ കാറ്റഗറി ആവറേജ് അതിൽ ബെഞ്ച് മാർക്കിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം കാറ്റഗറിനെ വെച്ച് നോക്കുമ്പോൾ ഇവർ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നാണ്. അതേസമയത്ത് ഈ 3 ഫണ്ടിന്റെയും ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ കാറ്റഗറി ആവറേജിനേക്കാളും കുറവാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന മാർക്കറ്റ് ഡൗൺ ടേണിന്റെ സമയത്ത് കാറ്റഗറിനേക്കാളും കമ്പാരിറ്റീവ്ലി ബെറ്റർ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടെന്നാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി വരുന്ന വാല്യൂ ഫണ്ട്സ് ആണ്. അപ്പോൾ വാല്യൂ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യം ടെമ്പററി മാർക്കറ്റ് ഫാക്ടേഴ്സ്, ഷോർട്ട് ടേം ചലഞ്ചസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓവർലുക്ക് ചെയ്യാത്തതുകൊണ്ട് ആക്ച്വൽ അല്ലെങ്കിൽ ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സെബിയുടെ റെഗുലേഷൻ പ്രകാരം വാല്യൂ ഫണ്ട്സ് അവരുടെ ടോട്ടൽ അസറ്റ്സിലേക്ക് കുറഞ്ഞത് 80% ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. കൂടാതെ ഈ ഒരു ഫണ്ട്സ് വാല്യൂ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് ഇവിടെ നിർബന്ധമാണ്. സോ ഇവിടുത്തെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഒരു വാല്യൂ ഫണ്ട്സ് വാല്യൂ പിക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്? പൊതുവെ ഈ ഫണ്ട്സ് ടെമ്പററി ഇഷ്യൂസ് ലൈക്ക് ഇപ്പം ക്വാർട്ടർ റിസൾട്ട്സ് മോശമായത് അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ചലഞ്ചസ് പോലുള്ള കാരണം കൊണ്ട് സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞത്, പക്ഷേ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള പല കമ്പനീസിന്റെ സ്റ്റോക്ക് പ്രൈസും വളരെയധികം പ്രഷറിലായിരുന്നു. സോ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫോക്കസ് ചെയ്യാനായിട്ട് ഫണ്ട് മാനേജേഴ്സ് ചില മെയിൻ മെട്രിക്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ലോ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, ലോ പ്രൈസ് ടു ബുക്ക് റേഷ്യോ, സ്റ്റേബിൾ ക്യാഷ് ഫ്ലോസ്, സ്ട്രോങ് ബാലൻസ് ഷീറ്റ് വിത്ത് മാനേജബിൾ ഡെറ്റ് പോലുള്ള പാരാമീറ്റേഴ്സ് ഫോക്കസ് ചെയ്യും. അപ്പോൾ വാല്യൂ ഫണ്ട്സ് പൊതുവെ ബൈ ആൻഡ് ഹോൾഡ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ടഡ് വാല്യൂഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റ് കമ്പനിയുടെ ട്രൂ വാല്യൂ തിരിച്ചറിയുകയും അതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് റീറേറ്റ് ചെയ്യുന്ന പ്രതീക്ഷയിൽ ലോങ് ടേമിലേക്ക് പേഷ്യന്റ്ലി ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ വരുന്ന ഒരു ചോദ്യം ഇതാണ്, ബേ മാർക്കറ്റ് സമയത്ത് വാല്യൂ ഫണ്ട്സ് എന്തുകൊണ്ടാണ് മറ്റു ഫണ്ടുകളെക്കാളും താരതമ്യം നന്നായിട്ട് നിലനിൽക്കുന്നത്? അപ്പോൾ ഇവിടെ വാല്യൂ ഫണ്ട്സ് അവരുടെ അണ്ടർലൈൻ ഫണ്ടമെന്റൽസിനേക്കാളും താരതമ്യം കുറഞ്ഞ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വോളറ്റിലിറ്റിയുടെ ടൈമിൽ ഡൗൺ സൈഡ് റിസ്ക് ഒരു പരിധി വരെ അവർക്ക് കുഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അതേസമയത്ത് വാല്യൂ ഫണ്ട്സിന് മെച്യൂർ അതിൽ വെൽ എസ്റ്റാബ്ലിഷ് ബിസിനസ്സിലേക്ക് നല്ല എക്സ്പോഷർ ഉണ്ടാകും. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ടൈമിന്റെ സമയത്ത് ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഹൈ ഗ്രോത്ത് അല്ലെങ്കിൽ മൊമെന്റം ഡ്രിവൺ സ്റ്റോക്സിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് വോളറ്റൈൽ ആയിരിക്കും. കൂടാതെ പല എസ്റ്റാബ്ലിഷ് വാല്യൂ കമ്പനീസും റെഗുലർ ഡിവിഡൻസ് ഇവിടെ പേ ചെയ്യും. അപ്പോൾ ഇത് ഫണ്ടിന്റെ ഓവറോൾ റിട്ടേൺസിലേക്ക് അഡീഷണൽ സ്റ്റെബിലിറ്റി നൽകും. പക്ഷേ ഇവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം ഇതാണ്, കമ്പനിയുടെ ട്രൂ വാല്യൂ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഒരുപാട് വർഷം ഇവിടെ എടുത്തേക്കാം. പക്ഷേ ഹൈ ഗ്രോത്ത് സ്റ്റോക്സാൽ വരുന്ന അഗ്രസീവ് ബുൾ മാർക്കറ്റിൽ വാല്യൂ ഫണ്ട്സ് ബ്രോഡർ കാറ്റഗറിനേക്കാളും നല്ലപോലെ അണ്ടർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് 10-year റിട്ടേൺസ് അതിൽ ഷാർപ്പ് റേഷ്യോ അതിൽ സോർട്ടിനർ റേഷ്യോ പോലുള്ള റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ബേസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ചില വാല്യൂ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ടോപ്പ് 3 വാല്യൂ ഫണ്ട്സിൽ JM വാല്യൂ ഫണ്ട് ഷാർപ്പ് റേഷ്യോ അതിൽ സോർട്ടിനർ റേഷ്യോ കാറ്റഗറി ആവറേജിനേക്കാളും താഴെയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കാറ്റഗറിനെ വെച്ച് നോക്കുമ്പോൾ ലോവർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നാണ്. എന്നാൽ HSBC വാല്യൂ ഫണ്ടും നിപ്പോൺ ഇന്ത്യ വാല്യൂ ഫണ്ടും കാറ്റഗറി ആവറേജിനേക്കാളും മികച്ച റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 3 വാല്യൂ ഫണ്ട്സും കാറ്റഗറി ആവറേജിനേക്കാളും ഉയർന്ന ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ആണുള്ളത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ബെയർ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് കാറ്റഗറിനേക്കാളും കൂടുതൽ ഇടിയാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഹൈബ്രിഡ് ഫണ്ട്സ് നോക്കാം. ഒന്നിൽ കൂടുതൽ അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേ മാർക്കറ്റ് പെർസ്പെക്റ്റീവില് ഹൈബ്രിഡ് ഫണ്ട്സിൽ 2 ഇമ്പോർട്ടന്റ് കാറ്റഗറീസ് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് അതിൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സും. അപ്പോൾ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് എന്നും കൂടി ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇക്വിറ്റി അതിലെ ഡെറ്റിലേക്ക് അവർ അലോക്കേഷൻ ഡൈനാമിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഫണ്ട്സ് നോർമലി ക്വാണ്ടിറ്റേറ്റീവ് മോഡൽ യൂസ് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എക്സ്പെൻസീവ് വാല്യൂഷനിലാണോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് വാല്യൂഷൻ അവൈലബിൾ ആണോ എന്നുള്ളത് അസസ് ചെയ്യാനായിട്ട് ഇവർ പല പാരാമീറ്റേഴ്സ് ബേസ് ചെയ്ത് ഒരു ഇന്റേണൽ മോഡൽ ഇവിടെ ഡെവലപ്പ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ് പോലത്തെ പാരാമീറ്റേഴ്സ്. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് സിമ്പിൾ ഒബ്ജക്റ്റീവ് ലോയിൽ വാങ്ങിയിട്ട് ഹൈയിൽ സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറുമ്പോൾ ഇക്വിറ്റി എക്സ്പോഷർ പതുക്കെ കുറയ്ക്കുന്നത്. പിന്നെ മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ ഇക്വിറ്റി എക്സ്പോഷർ വീണ്ടും ഇവിടെ കൂട്ടും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ ലക്ഷ്യം മാർക്കറ്റ് ഗ്രോത്തിൽ നിന്ന് ബെനിഫിറ്റ് നേടുകയും അതിനൊപ്പം തന്നെ ഡൗൺ സൈഡ് റിസ്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് ബെയർ മാർക്കറ്റിന്റെ ടൈമിൽ കംപ്ലീറ്റ്ലി ലോസ് ഒഴിവാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതിന് പകരം ഇവരുടെ ലക്ഷ്യം ഡൗൺ സൈഡ് ഇമ്പാക്ട് നല്ലപോലെ കുറയ്ക്കുക എന്നതാണ്. അതേസമയത്ത് മാർക്കറ്റ് പാനിക് ആകുമ്പോൾ വാല്യൂഷൻ അട്രാക്റ്റീവ് ആകുമ്പോൾ ഈ ഒരു ഫണ്ടുകൾക്ക് റിലേറ്റീവ്ലി ലോവർ പ്രൈസിൽ സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി
മാർക്കറ്റ് റിക്കവറി വരുമ്പോൾ പോർട്ട്ഫോളിയോ ബെറ്റർ പൊസിഷനിലായിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കും. ഇനി നമുക്ക് 10-year റിട്ടേൺസും റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസും ബേസ് ചെയ്ത്, അതായത് ഷാർപ്പ് റേഷ്യം സോർട്ട്നർ റേഷ്യം യൂസ് ചെയ്ത് ടോപ്പ് പെർഫോമിംഗ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു 3 ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സിന്റെയും ഷാർപ്പ് റേഷ്യം സോർട്ട്നർ റേഷ്യം അവർ കാറ്റഗറി ആവറേജിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് കാറ്റഗറിനെ വെച്ച് നോക്കുമ്പോൾ ഇവർ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഈ 3 ഫണ്ടിന്റെയും ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ കാറ്റഗറി ആവറേജിനേക്കാൾ ഇവിടെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ബേസ് ചെയ്ത് നമ്മൾ നോക്കിയാൽ മാർക്കറ്റ് ഡൗൺ ടേൺസ് അല്ലെങ്കിൽ മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് ഈ ഫണ്ട്സ് കാറ്റഗറി ആവറേജിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് ഡിക്ലൈനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്നാണ്. ഇനി നമുക്ക് ഹൈബ്രിഡ് കാറ്റഗറിയിലെ സെക്കൻഡ് കാറ്റഗറി നോക്കാം. അപ്പൊ അതാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ്. അപ്പോൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 3 ഡിഫറെന്റ് അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ പൊതുവെ വരുന്നതാണ് ഇക്വിറ്റി, ഡെറ്റ്, അതുപോലെ ഗോൾഡ്, അതുപോലെ സിൽവർ പോലത്തെയുള്ള കമ്മോഡിറ്റീസും. കൂടാതെ ചില മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് അവരുടെ പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു പോർഷൻ ഇന്റർനാഷണലി 4 സ്റ്റോക്സിലേക്ക് അലോക്കേറ്റ് ചെയ്യും. സെബിയുടെ റെഗുലേഷൻസ് പ്രകാരം ഈ ഫണ്ട്സ് 3 അസറ്റ് ക്ലാസ്സിലും മിനിമം 10% അലോക്കേഷൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഫണ്ട് മാനേജേഴ്സിന് മാർക്കറ്റ് കണ്ടീഷൻസ് പല അസറ്റ് ക്ലാസിന്റെ വെയിറ്റേജ് ഡൈനാമിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഇവിടെ നൽകും. അപ്പോൾ ഇതിലൂടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും. അപ്പോൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു സിംഗിൾ അസറ്റ് ക്ലാസിന്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റീസ് പോലെയുള്ള ഒരു അസറ്റ് ക്ലാസ് ഷാർപ്പ് കറക്ഷൻ എക്സ്പീരിയൻസ് ചെയ്താലും ഡെറ്റ് അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ള മറ്റ് അസറ്റ് ക്ലാസിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് പെർഫോമൻസ് ആ ഒരു ഇമ്പാക്ട് ഒരു പരിധി വരെ ഇവിടെ കുഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ അസറ്റ് ക്ലാസ് തമ്മിലുള്ള കോറിലേഷൻ ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡിന് ഇക്വിറ്റീസ് ആയിട്ട് ലോ കോറിലേഷൻ ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് ഗോൾഡിന് വലിയ റോൾ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓവറോൾ പോർട്ട്ഫോളിയോ വോളറ്റിലിറ്റി കുറയ്ക്കാനായിട്ട് ഡെറ്റ് ഇവിടെ സഹായിക്കും. അപ്പൊ ഈ ഒരു ടേബിൾ കാണുന്ന പോലെ നിഫ്റ്റി 50ക്ക് ഗോൾഡ് ആയിട്ട് നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളത്. അതേസമയത്ത് സിൽവർ അതുപോലെ ഡെറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കോറിലേഷൻ റിലേറ്റീവ്ലി കുറവാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഡെറ്റും കമ്മോഡിറ്റീസും ഹയർ അലോക്കേഷനും മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് പോർട്ട്ഫോളിയോക്ക് അഡീഷണൽ സ്റ്റെബിലിറ്റിയും ബെറ്റർ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നിഫ്റ്റി 50 അതുപോലെ നിഫ്റ്റി 500 US സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ലൈക്ക് S&P 500 അതുപോലെ നാസ്ഡാക്ക് 100 ആയിട്ട് റിലേറ്റീവ്ലി ലോ കോറിലേഷൻ ആണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വീക്ക് പെർഫോമൻസ് കാണിക്കുമ്പോഴും US സ്റ്റോക്ക് മാർക്കറ്റ് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സിന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുന്നത്. ഇനി നമുക്ക് 10-year റിട്ടേൺസും റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസും ബേസ് ചെയ്തിട്ട്, അതായത് ഷാർപ്പ് റേഷ്യം സോർട്ട്നർ റേഷ്യം യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത ടോപ്പ് പെർഫോമിംഗ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന 3 മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിന്റെയും ഷാർപ്പ് റേഷ്യം സോർട്ട്നർ റേഷ്യം കാറ്റഗറി ആവറേജിനേക്കാൾ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് കാറ്റഗറിനെ വെച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന ടൈമിൽ മറ്റ് ചില കാറ്റഗറീസിനേക്കാളും റിലേറ്റീവ്ലി ലെസ് വൾണറബിൾ ആയിരിക്കുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കംപ്ലീറ്റ്ലി മാർക്കറ്റ് ലോസിൽ നമ്മൾ രക്ഷിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. അതുപോലെ നിങ്ങൾക്ക് SIP വഴി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെയർ മാർക്കറ്റ് ടൈമിൽ SIP പോസ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ മാർക്കറ്റ് ഇടിയുന്ന ടൈമിൽ മ്യൂച്വൽ ഫണ്ട് NAVs ലോവർ ലെവലിലായിരിക്കും ഉണ്ടാവുക. സോ നമുക്കിവിടെ സെയിം മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വഴി കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റ് ഫേസിൽ SIPs മാത്രമല്ല നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് STP അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴി മാർക്കറ്റ് കറക്ഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങൾക്ക് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലെംസ് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അത് ലിക്വിഡ് ഫണ്ടിലേക്ക് പാർക്ക് ചെയ്യാം, പിന്നെ പതുക്കെ അത് പ്രിഫേർഡ് ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് കറക്ഷൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. അതുപോലെ തന്നെ കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SIPs 1s and 2s എടുക്കുന്ന പോലെയാണ്. എന്നാൽ അതേ സമയത്ത് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 4ഉം 6ഉം അടിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു കോർപ്പസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് രണ്ടും ശരിയായ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോങ് ടേമിൽ ഇത് കോമ്പൗണ്ടിങ്ങിന്റെ പവർ ആക്സിലറേറ്റ് ചെയ്യും, അതുപോലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് കവർ ചെയ്താണ്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.